നോയ്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഉറപ്പായിട്ടും അത് വീഡിയോ കമന്റ് ആയിട്ടാണ്. എൻ്റെ അഭിപ്രായം എന്താ വെച്ചാൽ ഓവർ പ്രൈസ്ഡ്, വേറെ ഒന്നും പറയാനില്ല. കാരണം ഏതൊരു പ്രോഡക്റ്റ് എടുക്കുവാണെങ്കിലും സ്പെക് വൈസ് നോക്കുമ്പോൾ അതിനേക്കാളും ഫാർ ബെറ്റർ ആയിട്ടുള്ള മറ്റുള്ള ബ്രാൻഡുകളിൽ മോഡൽസ് ഉണ്ട്. പിന്നെ എന്തിന് നമ്മളിത് മേടിക്കണം എന്നുള്ളത് ചിന്തിക്കണം. അതുകൊണ്ടാണ് ഞാൻ റീസെന്റ് ആയിട്ട് പല പ്രോഡക്റ്റുകളും ഇവർ ഇറങ്ങിയിട്ട് മേടിച്ച് അൺബോക്സ് ചെയ്യാണ്ടിരുന്നത്. എന്നാൽ 102 എലൈറ്റിന്റെ ഓവർവ്യൂ ചെയ്ത സമയത്ത് കുറേ കൂട്ടുകാർ ആ ഒരു പ്രോഡക്റ്റിന് അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വേണമെന്ന് പറഞ്ഞു. കൂടാതെ സ്പെക് വൈസ് നോക്കിയപ്പോഴത്തേക്ക് അത്യാവശ്യം കുഴപ്പമില്ല എന്ന് മനസ്സിലായി. ആ ഒരു റീസണിലാണ് ഞാനിപ്പോൾ ഈ ഒരു ബഡ്സ് VS 102 എലൈറ്റ് മേടിച്ചത്. 899 രൂപ സ്പെഷ്യൽ ലോഞ്ച് ഓഫർ എന്നാണ് കണ്ടത്. പക്ഷെ ഞാൻ മേടിക്കുന്ന സമയത്ത് എന്തായാലും 999 രൂപയായിരുന്നു. പക്ഷേ ഇപ്പോൾ 1299 രൂപ നോർമൽ റേറ്റിലേക്ക് വന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുവാണെങ്കിൽ 1300 രൂപയ്ക്കുള്ളിൽ നമ്മൾ ഈ ഒരു 102 എലൈറ്റ് മേടിച്ചാൽ വത് ബൈങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഒരു പ്രോഡക്റ്റിന്റെ സവിശേഷതകൾ മനസ്സിലാകുന്നതാണ്. കൂടാതെ നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്യുന്ന ഈ ഒരു 102 എലൈറ്റ് നിങ്ങൾക്ക് വേണോ, ഇൻസ്റ്റോളുള്ള ദീപ് സ്റ്റോളുള്ളൂ, അവിടെ നിങ്ങൾക്ക് മേടിക്കാം. ഞാൻ മേടിച്ചതിനേക്കാളും കാശ് കുറച്ച്. സോ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യാം ദീപ് സ്റ്റോർ. അപ്പോൾ ഇതാണ് നമ്മുടെ 102 എലൈറ്റ്. എന്തായാലും ഇതിനെക്കുറിച്ച് പറയുന്നതിന് മുന്നേ ഒരു കാര്യം പറയണം. 102 എന്ന് പറഞ്ഞൊരു സീരീസ് തന്നെ ആക്ച്വലി നോയ്സിനുണ്ട്. 102, 102 പ്ലസ്, 102 പ്രോ, 102 നിയോ, അപ്പോൾ അവസാനം അതിന്റെ 102 എലൈറ്റ്. 5 പ്രോഡക്റ്റുകളാണ് ഈ ഒരു സീരീസിലുള്ളത്. ഇപ്പോൾ ബോൾട്ട് ആയിരുന്നെങ്കിൽ ഇത് ഭയങ്കര രീതിക്ക് മോസ്റ്റ് സെല്ലിംഗ് TW സീരീസ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊട്ടി ആഘോഷിച്ചുകൊണ്ടായിരിക്കണം ഇത് നമ്മുടെ മുന്നിലേക്ക് ലോഞ്ച് ചെയ്യിപ്പിക്കുക. എന്നാൽ നോയ്സ് ആകുമ്പോഴത്തേക്ക് വളരെ സൈലന്റ് ആയിട്ടാണ് വന്നത്. അതിന് 2 റീസൺസ് ഉണ്ട്. ഒന്ന്, നമ്മളിനി കൊട്ടി ആഘോഷിച്ചില്ലെങ്കിൽ നമ്മുടെ സാധനങ്ങൾ മേടിക്കാം എന്നുള്ളൊരു സംഭവമുണ്ട്. ഇനി മറ്റൊന്ന്, നീയൊക്കെ വേണമെങ്കിൽ മേടിച്ചാൽ മതി, ഇല്ലെങ്കിൽ വേണ്ട എന്നുള്ള രീതിയും. എന്തായാലും എനിക്ക് തോന്നുന്നു നമ്മൾ എത്ര പ്രൊമോട്ട് ചെയ്തില്ലെങ്കിലും നമ്മളെ സാധനം മേടിക്കാൻ ആൾക്കാരുണ്ട് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കാം മേ ബി നമ്മുടെ നോയ്സിൻ്റെത്. പക്ഷെ അത് ഇനി അങ്ങോട്ട് കൈ വെക്കുന്നതാണ് നല്ലത്. കാരണം അതിനേക്കാളും നിങ്ങളെക്കാളും നല്ല ബ്രാൻഡുകൾ വേറെ ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് നോയ്സ് കൂടുതൽ നിങ്ങൾ എന്താ പറയുക, ഇങ്ങനെ കടുംപിടുത്തം വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിപ്പോവേണ്ട അവസ്ഥ വരും. ഇനി നമ്മുടെ 102 എലൈറ്റിലേക്ക് വരുവാണെങ്കിൽ കാർബൺ ബ്ലാക്ക്, സ്കൈ ബ്ലൂ, കാം ബീച്ച്, സോഫ്റ്റ് പർപ്പിൾ, ഫോറസ്റ്റ് ഗ്രീൻ എന്നിങ്ങനെ 4 കളേഴ്സിലാണ് ഈ ഒരു പ്രോഡക്റ്റ് ലഭ്യമാകുക. ഏതിനാണെങ്കിലും ഇപ്പോൾ 1299 രൂപ തന്നെയാണ്. ഒരു മാറ്റ് ഫിനിഷ് ആണ്. കൂടാതെ നോയ്സിന്റെ ലോഗോ ഉണ്ട്. തൊട്ടടിയിലായിട്ട് LED ഇൻഡിക്കേറ്ററും ടൈപ്പ് C പോർട്ടും കാണാൻ സാധിക്കും. എന്നാൽ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് ആ ഒരു മിനിമലിസ്റ്റ് ക്രോം ഫിനിഷ് ഡിസൈൻ നല്ല രസമുണ്ട് കാണാനായിട്ട്. 102ന്റെ കേസ് ആക്ച്വലി സ്യൂട്ട് ആവും. എന്നാൽ ഈ ഒരു ക്രോം ഫിനിഷിന്റെ ഭാഗം മാത്രം അങ്ങോട്ട് ക്ലോസ് ആവത്തില്ല. അതൊരു സ്റ്റൈലായിട്ട് വേണമെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ നമുക്കത് എന്താ പറയുക ഫുള്ള് കവർ ആവത്തോണ്ട് മേടിക്കാതെ ഇരിക്കാം ആ ഒരു കേസ്. എന്തായാലും കേസും ഒക്കെ തന്നെ നമ്മുടെ ഇൻസ്റ്റോളുള്ള ദീപ് സ്റ്റോൾ അവൈലബിൾ ആണ്. സോ അവിടെ പോയിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ റേറ്റുകളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ അറിയാൻ സാധിക്കുന്നതാണ്. 450 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് ഈ ഒരു കേസിനുള്ളത്. കൂടാതെ അപ് ടു 50 hours ആണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം. പിന്നെ ടൈപ്പ് C ആയതുകൊണ്ട് ജസ്റ്റ് 10 മിനിറ്റ് ചാർജ് ചെയ്താൽ മതി. 120 മിനിറ്റ് നമുക്ക് ടോട്ടൽ പ്ലേ ടൈം ഇന്ന് കിട്ടുന്നതാണ്. ഇനി ആ ഒരു ലിഡിന്റെ ക്വാളിറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല, എന്നാൽ ഭയങ്കര വലിയ സ്ട്രോങ്ങും അല്ല. ആ ഒരു രീതിയിലാണ് ആക്ച്വലി ഒരു മീഡിയം ക്വാളിറ്റി, അത്രേ പറയാൻ പറ്റുള്ളൂ. പിന്നെ 1000 രൂപയ്ക്കുള്ളിൽ നമുക്ക് ഇയർബഡ് കിട്ടുന്നെങ്കിൽ മാത്രം കുറച്ച് ബെറ്റർ ഒരു വർത്താണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതിനൊരു റീസൺ ഉണ്ട്, അത് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായും കാണുമ്പോൾ മനസ്സിലാവും. എന്തായാലും ലിഡ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഇയർബഡുകളുടെ ഇരിപ്പുണ്ട്. ഇയർബഡുകളിലേക്ക് വരുവാണെങ്കിലും വളരെ മനോഹരമായിട്ടുള്ള ഡിസൈനാണ്. നമ്മുടെ ആ 102 സീരീസിന്റെ ആ ഒരു സിഗ്നേച്ചറിലുള്ള ഡിസൈൻ തന്നെയാണ് ആ ഒരു ഫ്ലൈയിങ് ബേർഡ് ഡിസൈൻ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇവിടെയും ആ ഒരു ക്രോം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. LED ഇൻഡിക്കേറ്റേഴ്സ് കാണാം, മൈക്ക് കാണാം, നോയ്സിന്റെ ലോഗോ ഉണ്ട്. കൂടാതെ 11mm ഡൈനാമിക് ഡ്രൈവേഴ്സ് ആണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എത്ര mAh ബാറ്ററി കപ്പാസിറ്റി ഇയർബഡുകളുണ്ട്, അല്ലെങ്കിൽ എത്ര മണിക്കൂർ നമുക്ക് സിംഗിൾ പ്ലേ ടൈം കിട്ടുമെന്ന് ഇവിടെ തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല. എന്തായാലും അതൊക്കെ നമ്മൾ കേട്ട് നോക്കി കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. ഉറപ്പായിട്ട് ഒരു 7 to 8 hours എന്തായാലും സിംഗിൾ പ്ലേ ടൈം കിട്ടാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എത്ര മണിക്കൂർ സിംഗിൾ പ്ലേ ടൈം കിട്ടി, ഉറപ്പായിട്ടും അത് വീഡിയോയുടെ കമന്റ് ആയിട്ടാണ്. ഈ ഒരു LED ഇൻഡിക്കേറ്ററിന് തൊട്ട് താഴത്തെ ഭാഗത്തായിട്ടാണ് നമ്മുടെ ടച്ച് സെൻസേഴ്സ്. അത്യാവശ്യം നല്ല സെൻസിറ്റീവ് ആണ്, അതിൽ വേറൊരു സംശയമില്ല. എന്തായാലും ജസ്റ്റ് ഒരു 1 ടാപ്പ് വലുതിൽ ചെയ്യുവാണെങ്കിൽ വോളിയം അപ്പ് ആവും, ഇടതിൽ ചെയ്യുവാണെങ്കിൽ വോളിയം ഡൗൺ ആകുന്നതാണ്. കൂടാതെ ഡബിൾ ടാപ്പ് നമ്മൾ ചെയ്യുമ്പോഴാണ് കോൾ എടുക്കാനും കോൾ കട്ട് ചെയ്യാനും അതുപോലെ തന്നെ മ്യൂസിക് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനും സാധിക്കുന്നത്. ഇനി ട്രിപ്പിൾ ടാപ്പ് നമ്മൾ വലുതിൽ ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് ട്രാക്കിലേക്കും, ട്രിപ്പിൾ ടാപ്പ് നമ്മൾ ഇടതിൽ ചെയ്യുവാണെങ്കിൽ അത് അങ്ങോട്ട് പ്രീവിയസ് ട്രാക്കിലേക്കും പോകുന്നതാണ്. കൂടാതെ ടാപ്പ് ആൻഡ് ഹോൾഡ് നമ്മൾ വലുതിൽ ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള 50 ms ലോ ലേറ്റൻസി മോഡ് ഓൺ ആകും. കൂടാതെ അങ്ങനെ തന്നെ ഒന്നുകൂടി ചെയ്യുമ്പോഴത്തേക്ക് ലോ ലേറ്റൻസി മോഡ് ഓഫ് ആയിട്ട് മ്യൂസിക് മോഡിലേക്ക് പോകും. ലെഫ്റ്റിലായാലും റൈറ്റിലായാലും സെയിം ഫംഗ്ഷൻ ആണ്. കൂടാതെ കോഡ് ടാപ്പ് 4 പ്രാവശ്യം നമ്മൾ വലുതിലാണെങ്കിലും ഇടതിലാണെങ്കിലും ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്തുള്ള വോയിസ് അസിസ്റ്റൻസ് അങ്ങോട്ട് വർക്കൗട്ട് ആകുന്നതാണ്. ദേ കണ്ടോ വന്നു. ഇനി ഇതിന്റെ വെയറിംഗ് കംഫർട്ടിലേക്ക് വരുവാണെങ്കിൽ ഇത് വളരെ കംഫർട്ടബിൾ ആയിട്ട് എൻ്റെ ചെവിയിൽ ഇരിപ്പുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് പാസീവ് നോയ്സ് ക്യാൻസലേഷൻ ഇത് ചെവിയിൽ വെക്കുമ്പോൾ തന്നെ വരും. സോ ഒരു ചെറിയ ക്രൗഡ് ആയിട്ടുള്ള പ്ലേസ് പോയിട്ട് നമ്മൾ പാട്ട് കേൾക്കുക, മൂവീസ് ആണെങ്കിലും ഒരാൾ സംസാരിക്കുമ്പോഴത്തേക്ക് ആ ഒരു ക്രൗഡ് വലിയ രീതിക്ക് അഫക്റ്റ് ചെയ്യത്തില്ല. എന്നാൽ എന്താ പറയുക, ഇതിൽ ഒരു ചെറിയ ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നിയത് നമ്മൾ കിടന്നിട്ട് ഒരാളത്തൊക്കെ സംസാരിക്കുന്ന സമയത്ത് എൻ്റെ ചെവിയിൽ നിന്നും ഇതങ്ങോട്ട് പുറത്തേക്ക് പോകുന്നൊരു അവസ്ഥ വന്നു. അപ്പോൾ ഞാൻ ചെവിയിലെ ഉള്ളിലേക്ക് തിരികെ വെക്കാൻ നോക്കിയപ്പോൾ ടച്ച് കൺട്രോളിലാണ് തട്ടിയത്. അപ്പം തന്നെ കോൾ കട്ടാവുകയും ചെയ്തു. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. സത്യം പറഞ്ഞാൽ ഇതിനകത്തുള്ള ആ ബേസിക് ടച്ച് കൺട്രോൾസ് ഡബിൾ ടാപ്പ് ചെയ്യുമ്പോഴാണ് കോൾ കട്ടാവുന്നത്. എന്നാൽ ജസ്റ്റ് ഞാൻ 1 ടാപ്പ് ചെയ്തപ്പോൾ തന്നെ കോൾ കട്ടായി. വാട്സപ്പ് കോളായിരുന്നു.
എന്താണ് അതിൻ്റെ റീസൺ എനിക്കറിയില്ല. നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് വീഡിയോയുടെ കമൻ്റ് ആയിട്ടുണ്ട്. ബാക്കി അതർവൈസ് നമുക്ക് വെയറിംഗ് കംഫർട്ട് നോർമലി നമ്മൾ നിൽക്കുമ്പോഴും അല്ലെങ്കിൽ ഇരിക്കുമ്പോഴൊന്നും ഒരു പ്രശ്നവും വരുന്നില്ല. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നോയ്സ് ബഡ്സ് VS102 എലൈറ്റിൽ നിന്നും ലഭ്യമാകുന്ന മൈക്ക് ക്വാളിറ്റിയാണ് ഇൻട്രോളിൽ. ഞാൻ ആക്ച്വലി നോർമലിയാണ് സംസാരിക്കുന്നത്. ഇതിനകത്ത് ക്വാഡ് മൈക്ക് ENC ആണ്, അതായത് ഓരോ ഇയർബഡിലും നമുക്ക് 2 മൈക്ക് കൂടെ ഉണ്ട്. അതിന്റെ ഓപ്പോസിറ്റ് അത്യാവശ്യം നല്ല സ്പീഡിന് ഫാൻ ഇങ്ങനെ കാറ്റടിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ മൈക്ക് ക്വാളിറ്റി ഭയങ്കര മോശമാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വിൻ നോയ്സ് കേൾക്കാൻ പറ്റും. എന്നാൽ ഇപ്പോൾ ആ ഒരു മൈക്ക് ക്വാളിറ്റി അത്യാവശ്യം ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വിൻ നോയ്സ് കേൾക്കാൻ സാധിക്കത്തില്ല. നിങ്ങളൊരു കോളിംഗ് പേർപ്പസിന് വേണ്ടി മേടിക്കുവാണെങ്കിൽ ഇത് വർത്ത് ബൈ ആകും. എന്താണ് നിങ്ങൾക്ക് ആ ഒരു മൈക്ക് ക്വാളിറ്റിനെ കുറിച്ച് പറയാനുള്ളത്? വീട്ടിലെ കമന്റ് ആയിട്ടുള്ളൂ. മ്യൂസിക് ക്വാളിറ്റിയിലേക്ക് വരികയാണെങ്കിൽ ഇതിൽ SBC കോഡൊക്കെ മാത്രമാണുള്ളത്. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ ഡ്രോബാക്ക് അവന്മാർ കൊണ്ടുവരുന്നുള്ള ഒറ്റ എക്സാമ്പിൾ ഇത് തന്നെയാണ്. AAC കോഡും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു അടിപൊളി ഓപ്ഷൻ ആയിരുന്നു നമ്മുടെ ഈ ഒരു 102 എലൈറ്റ് എന്ന് വെച്ചിട്ട് നമുക്ക് ഭയങ്കര രീതിക്ക് മ്യൂസിക് ക്വാളിറ്റി കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്. കൂടാതെ 100% ഞാൻ പാട്ടിട്ട് പോലും യൂട്യൂബിലൊക്കെ നമുക്ക് ആ ഒരു ഡിസ്ട്രാക്ഷൻ വന്നില്ല. അതല്ല നമ്മുടെ സ്പോട്ടിഫൈയിൽ കേട്ടപ്പോഴും അങ്ങനെ വലിയ രീതിക്ക് ആ ഒരു ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഉണ്ടായില്ല. സോ എൻ്റെ മൊബൈലിൽ ഇനി SBC കാണിക്കുന്നത് ഇനി അതിൻ്റെ എന്തെങ്കിലും എറർ ആണോ, ഇനി അതല്ല AAC ഇല്ലെങ്കിൽ പോലും ആ ഒരു SBC പോലും അതിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് കിട്ടിയതിൽ ഡിസ്ട്രാക്ഷൻസും ഇല്ലാത്ത ഔട്ട്പുട്ട് ആണോ എന്നുള്ളതും എനിക്കറിയത്തില്ല. എന്തായാലും മ്യൂസിക് ക്വാളിറ്റി ഓവറോൾ ബേസ് ലെവർ ആയിക്കോട്ടെ, ഇനി അതല്ല ഒരു എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ഇഷ്ടപ്പെടുന്നവരായിക്കോട്ടെ, പ്രത്യേകിച്ച് 11mm ഡ്രൈവേഴ്സ് ആയതുകൊണ്ട് തന്നെയാണ് ആ ഒരു എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ഇവിടെ കിട്ടുന്നത്. ബ്ലൂടൂത്ത് വേർഷൻ 5.3 ആണ്. കൂടാതെ IPX5 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ ആണ് ഇവിടെ ഉള്ളത്. സോ അത്യാവശ്യം ഡ്രിസ്ലിംഗിലും അല്ലെങ്കിൽ വർക്കൗട്ട് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിച്ചാലും അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. എന്നാൽ വാട്ടർ ആക്ടിവിറ്റിക്ക് പോകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നാൽ, പ്രത്യേകിച്ച് കടലിലൊക്കെ വാട്ടർ ആക്ടിവിറ്റി പോകുന്ന സമയത്ത് വന്നു കഴിഞ്ഞാൽ വാട്ടർ ഡാമേജ് വന്നാൽ 1 വർഷം വാറന്റി ഉണ്ടെങ്കിൽ പോലും വാറന്റി ക്ലെയിം ചെയ്ത് കിട്ടാൻ ചാൻസ് കുറവാണ്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നമ്മുടെ ഇവിടുത്തെ തിരുവനന്തപുരം സർവീസ് സെന്ററിന്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ ഇൻവോയ്സ് പ്രിന്റ് എടുത്തുകൊണ്ട് വേണം അവിടെ ചെല്ലാനായിട്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ഇതേപോലെ 2 ഇല ഇറങ്ങിയിട്ട് പോയിട്ട് തൊട്ടപ്പുറത്തെ സ്ഥലത്തുനിന്ന് പോയി പ്രിന്റ് എടുത്തിട്ട് കൊടുക്കേണ്ട ഒരു അവസ്ഥ വരും. സോ അങ്ങനെയൊക്കെയുള്ള കുറേ മോശം സർവീസിന്റെ ഭാഗത്തുനിന്നുണ്ട്. എന്നാൽ പോലും കുഴപ്പമില്ല. പിന്നെ ഓൺലൈനിൽ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ 10 ദിവസത്തിനുള്ളിൽ പുതിയ സാധനം കിട്ടും. അതും നമ്മൾ പോയിട്ട് വേണം മേടിച്ചെടുക്കാനൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കുറേ കാര്യങ്ങൾ ആക്ച്വലി സർവീസിന്റെ കാര്യത്തിൽ ഇവർ നോയ്സ് മാറ്റേണ്ടിയിരിക്കുന്നു. ഇനി 50ms ലോ ലേറ്റൻസി മോഡ് PUBG പോലുള്ള ഗെയിമുകൾ കളിക്കുമ്പോഴത്തേക്ക് എന്തുമാത്രം ആക്യുറേറ്റ് ആണെന്ന് നോക്കാവേ. ഇതിനകത്ത് SBC കോഡൊക്കെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ AAC പോയിട്ട് SB ആക്കുക അങ്ങനെയുള്ള ചടങ്ങൊന്നുമില്ല. നമ്മൾ നേരെ ഗെയിം മോഡ് ഓൺ ആക്കിയിട്ട് അങ്ങോട്ട് കളിച്ചാൽ മതി. ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഈ കൈ അങ്ങോട്ട് ട്രിഗറിന് എടുക്കുമ്പോഴത്തേക്ക് സൗണ്ട് എന്തുമാത്രം സസ്റ്റെയിൻ ചെയ്യുന്നു അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഇന്നലെ അൺബോക്സ് ചെയ്ത 161നേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഔട്ട്പുട്ട് എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ടേ. പൊട്ടിക്ക് ഡിലേ ഉണ്ട്, അതിൽ വേറെ സംശയമില്ല. പക്ഷെ സിംഗിൾ ടാപ്പിൽ കണ്ട അത് അറിയുന്നില്ല. എന്നാൽ സ്പ്രേ ചെയ്യുമ്പോൾ നോക്കിക്കോ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടല്ലേ. പ്രത്യേകിച്ച് എടുത്ത് പറയണ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം അൺബോക്സ് ചെയ്ത് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം അൺബോക്സ് ചെയ്ത 161നേക്കാളും ആ ഒരു ഔട്ട്പുട്ട് എനിക്ക് ഇവിടെ ഈ ഒരു 50ms കിട്ടി. രണ്ടിലും 50ms ലോ ലേറ്റൻസി തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. സോ നോർമൽ പ്ലെയർ ആണെങ്കിൽ ഉറപ്പായിട്ടും ഇതിച്ച് കളിക്കാൻ പറ്റും. എന്നാൽ പ്രോ പ്ലെയേഴ്സിന് ചെറിയ ഡിലേ എവിടെയെങ്കിലുമൊക്കെ അനുഭവിക്കാനും ചാൻസ് ഉണ്ട്. എന്തായാലും ഇത്രയാണ് ഈ ഒരു 102 എലൈറ്റിനെ കുറിച്ചിട്ട് എനിക്ക് നിങ്ങളുടെ ഷെയർ ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ തന്നത്. 1299 രൂപയ്ക്ക് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് മേടിച്ച വർത്ത് ബൈയിങ് ആകുമല്ലോ എന്ന് വെച്ചാൽ എനിക്ക് ആകെ പറയാൻ പറ്റില്ലെങ്കിൽ ഞാൻ കണ്ട 2 ഡ്രോബാക്കുകളിൽ ഒന്ന് AAC കോഡൊക്കെ ഇല്ല. രണ്ടാമത് നമ്മൾ ഈ ലിഡ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഓൾറെഡി ഏത് ഡിവൈസിലാണോ പറയുന്നത് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി റീകണക്ട് ആവത്തില്ല. ഇപ്പോൾ ബോൾട്ടിലും അല്ലെങ്കിൽ ബോട്ടിലൊക്കെ പറയുകയാണെങ്കിൽ ഇൻസ്റ്റാ വേക്ക് ആൻഡ് പെയർ ടെക്നോളജി, ഇവിടെ എന്തോ ഒരു പേര് പറയുന്നത് ഞാൻ ഓർക്കുന്നില്ല, അത് ഇവിടെ ഇല്ല. അപ്പോൾ ഈ 2 കാര്യങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇത് 1299 രൂപയ്ക്ക് വർത്താണ്. നോയ്സിൻ്റെ ഒരു ബ്രാൻഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ഉറപ്പായിട്ടും ബോൾട്ടോ ഒക്കെ തന്നെ ഇതിനേക്കാളും നല്ല സ്പെക്കുകളിൽ, അതായത് ഇതേപോലെ ഇൻസ്റ്റാ വേക്ക് ആൻഡ് പെയർ ടെക്നോളജി, ഇനി നല്ല AAC കോഡൊക്കെ, സോ അത് 360 ഡിഗ്രി സ്പേഷ്യൽ സൗണ്ട് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഓഫർ സമയങ്ങളിൽ പോലും, ഇനി അതല്ല നോർമൽ സമയത്ത് പോലും നമുക്ക് മേടിക്കാൻ സാധിക്കും ബോൾട്ടൊക്കെ. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു നോയ്സ് ഫാൻ അല്ലെങ്കിൽ 1299 രൂപയ്ക്ക് ഇത് മേടിക്കണോ വേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക. എന്നാൽ 899 രൂപ അല്ലെങ്കിൽ 999 രൂപ ഈ പ്രൈസ് റേഞ്ചിൽ വരുന്നെങ്കിൽ മാത്രം നിങ്ങളിത് വാങ്ങിച്ചാൽ മതി. എൻ്റെ സജഷനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ളത് ചെയ്യാം. പിന്നെ മറ്റുള്ളവരുടെയൊക്കെ റിവ്യൂ ഒക്കെ കാണുക. അതൊക്കെ കണ്ടതിന് ശേഷം അങ്ങോട്ട് കൺഫേം ചെയ്യണം ഞാൻ ഈ പറഞ്ഞതും അവർ പറയുന്നതൊക്കെ എല്ലാം ശരിയാണോ അല്ലയോ എന്നുള്ളത്. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ 102 എലൈറ്റിനെ കുറിച്ചുള്ള ഏകദേശ ധാരണ നിങ്ങൾക്ക് ലഭ്യമായെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ഇഷ്ടം ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ കമൻറ്റായിട്ടും കൂടാതെ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.